Christmas, on Christmas Day, at Easter, on Easter's Day, at Onam, on Onam Day. അതെന്താ? ഈ എല്ലാ ഒഴിവ് ദിവസങ്ങളും, അതായത് നമ്മുടെ ഹോളിഡേയ്സ് ഉണ്ടല്ലോ, എല്ലാ ഹോളിഡേയ്സിൻ്റെ കൂടെയും ഡേ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മുമ്പിലൊക്കെ ഓൺ യൂസ് ചെയ്യും. ഇനി ഏതൊക്കെ ഹോളിഡേൻ്റെ കൂടെ ഡേ വന്നിട്ടില്ല എങ്കിൽ അതിൻ്റെ മുമ്പിലൊക്കെ നമ്മൾ ആറ്റ് യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ക്രിസ്മസ് എന്ന് മാത്രം എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മുമ്പിൽ ആറ്റ് ക്രിസ്മസ് എന്ന് എഴുതും. ഇനി ക്രിസ്മസ് ഡേ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലോ നമ്മൾ അതിൻ്റെ മുമ്പിൽ ഓൺ ക്രിസ്മസ് ഡേ എന്നെഴുതും. വെറുതെ ഓണം എന്ന് മാത്രം എഴുതിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പിൽ ഏത് പ്രപ്പോസിഷനാണ് യൂസ് ചെയ്യുക? അറ്റ് ഓണം. ഇനി ഓണം ഡേ എന്ന് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക, അപ്പം നമ്മൾ മുമ്പിൽ ഏത് പ്രപ്പോസിഷൻ യൂസ് ചെയ്യും? ഓൺ ഓണം ഡേ. സോ ഏതൊക്കെ ഹോളിഡേയ്സിൻ്റെ കൂടെ ഡേ DAY എന്ന് ചേർത്തിട്ടുണ്ടോ അതിൻ്റെ മുമ്പിലൊക്കെ നമ്മൾ ഓൺ യൂസ് ചെയ്യും. ഏതൊക്കെ ഹോളിഡേൻ്റെ കൂടെ ഡേ എന്ന് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പിലൊക്കെ നമ്മൾ ആറ്റ് യൂസ് ചെയ്യും. ഇനി കൺഫ്യൂഷൻ വേണ്ട കേട്ടോ. ഫോളോ ഫോർ മോർ ടിപ്സ്.